Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. അപ്പൊ നമ്മള് എടുത്തു നിർത്തിയത് ഓവർവ്യൂവിന്റെ അല്ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എടുത്തു നിർത്തിയത് അല്ലെ, വായിച്ചു നോക്കിയായിരുന്നോ? Yes. ചാപ്റ്റർ ഓക്കെ, ചാപ്റ്റർ തീരാറായി അല്ലെ, വായിച്ചു നോക്കിയാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കുറച്ച് ബാക്കിയുള്ളൂ. നമ്മളിന്ന് റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങാമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ഭാഗം, സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചാലഞ്ചസ് അല്ലെ, അതായത് വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ഭാഗം കൂടിയാണ് നോക്കേണ്ടതായിട്ടുള്ളത്. അതിൽ ജസ്റ്റ് പോയിന്റ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവര് ഏബിൾ ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ അവരെന്താണ് ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെ. അവിടെ എന്താണ് പുതിയ സാങ്കേതികമായിട്ടുള്ള വിദ്യകളൊക്കെ അവര് കരസ്ഥമാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് അല്ലെ അത് നല്ല രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. എപ്പോഴും എന്താണ് പുരോഗമന ചിന്താഗതിക്കാരായിരിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ അല്ലെ. ദെൻ പവർ ഷെയറിങ്, അതായത് അധികാരമൊക്കെ പങ്കിട്ട് കൊടുക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ വലിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിന്റെ ആ തലപ്പത്തിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവർ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഓരോ കൂട്ടർക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം ഒക്കെ അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഒരുപാട് ബർഡൻ ആയിട്ടുള്ള വർക്ക് ഇല്ലാതെ തന്നെ അല്ലെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ എന്താണ് അവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഇൻ കേസ് ഏതെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷണ ഘട്ടത്തിലേക്ക് എടുക്കുമ്പോഴൊക്കെ സൂപ്പർവൈസിങ് മെന്റാലിറ്റിയോട് കൂടി അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സൺസ് ഒക്കെ ഒന്ന് അല്ലെ ചുറ്റും കണ്ണോടിച്ചൊക്കെ നോക്കുമ്പോൾ എന്താണ് അവിടെ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വരുത്തിയവർക്ക് ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ പണിഷ്മെന്റ് കൊടുക്കുകയും എന്നാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിച്ചെടുക്കുകയും അല്ലെ അതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എന്താണ് ഒരു മോട്ടിവേറ്റഡ് ആവും. പ്രോത്സാഹനം കിട്ടുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ. എനിക്ക് നല്ല അല്ലെ ഇത്തിരി കൂടി നല്ല ഊർജ്ജസ്വലമായ ഓക്കെ ഞാൻ വർക്ക് ഹാർഡ് അല്ലെ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു മനോഭാവം വരുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് കുറച്ചും കൂടി നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. ശരിയല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവലംബിക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർ നോക്കേണ്ടതാണ്. ഇൻക്രീസ് എഫിഷ്യൻസി. ഇതാണ് ഇൻക്രീസിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ആ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് ഇൻക്രീസ് ചെയ്തെടുക്കുക, കൂട്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കാര്യക്ഷമതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ കാര്യക്ഷമമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. then improve patient safety and care. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ അവിടെയുള്ള വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെയുള്ള പേഷ്യൻസും എല്ലാം മൊത്തത്തിൽ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവരുടെയൊക്കെ സേഫ്റ്റി എന്ന് പറയുന്നതും കൈകാര്യം ചെയ്യുന്നതും തലപ്പത്തിരിക്കുന്നവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. ചിലപ്പോൾ പ്രിക്കോഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എമർജൻസി കേസുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്കറിയാം ഡിസാസ്റ്റർ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ആ ടൈമിലൊക്കെ അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ഏതൊക്കെ രീതിയിലൊക്കെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇൻഫോർമേഷൻ വിവരങ്ങൾ നേടിയെടുക്കുന്ന, അതായത് എപ്പോഴും നമുക്കറിയാം ക്രിയാത്മകമായ രീതിയിലും വൈവിധ്യമാർന്ന അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെ പുതിയ ഐഡിയാസ് ഒക്കെ നേടിയെടുക്കാനായിട്ടും അത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അല്ലെ. ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കൺസെപ്റ്റുകളൊക്കെ മാറ്റി വെച്ചിട്ട്
പുതിയ പുതിയ ന്യൂ നോളജ് അല്ലെ, ന്യൂ ആയിട്ടുള്ള അപ്ഡേഷൻ ഒക്കെ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ മറ്റുള്ളവരിലേക്ക് പേര് കേട്ട ഹോസ്പിറ്റൽ ആവണമെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പബ്ലിസിറ്റി കൊടുക്കണം അല്ലെ. അത് തീർച്ചയായിട്ടും എന്താണ്, വിപണനം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇൻ കേസ് ചിലപ്പോഴെങ്കിലും നമുക്കറിയാം ചില ഡോക്ടേഴ്സിനൊക്കെ പൊതുസമൂഹത്തിന് മുമ്പ് പരിചയപ്പെടുത്താനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ്, നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല കഴിവുറ്റവരാണ്, അല്ലെങ്കിൽ നല്ല സേവനമാണ് നമ്മുടെ സേവനങ്ങൾ അല്ലെ. ടെക്നോളജി ഡെവലപ്മെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സേവനങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റിലൂടെ ഒക്കെ അത് ആ ഇൻഫോർമേഷൻസ് ഒക്കെ മാർക്കറ്റിൽ വിപണനം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് പബ്ലിക്കിന്റെ ഇടയിൽ ആ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള അവയർനെസ് ലഭ്യമാകുന്നത്. ലീഡർഷിപ്പ് മോട്ടിവേഷൻ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന വിങ്ങില് എല്ലാം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. വിവിധ ഇതില് നേതൃത്വം വഹിക്കുന്നവരുടെ പിന്നില് ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെയൊക്കെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരു യൂണിറ്റ്, ഒരു വാർഡ് തന്നെ നയിക്കുന്നവരെ തന്നെ അല്ലെ, നല്ല അവിടെ അവരുടെ കീഴിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ആ ഓരോ ലീഡേഴ്സിനും നല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ കാഴ്ചവെക്കേണ്ടത്. കരിയർ ഡെവലപ്മെന്റ്, തീർച്ചയായിട്ടും എപ്പോഴും സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. അവിടെയുള്ള വർക്കേഴ്സിന്റെ നോളജും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെ, അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ദെൻ റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്സ്. ജീവനക്കാർക്ക് ക്രമീകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെ, എവിടെയെങ്കിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഒരു ചേഞ്ചസ് വരുത്തി കൂടുതലായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ അവസരങ്ങൾ കൊടുക്കാം. ദെൻ റീസ്ട്രക്ചറിങ്, അത് തന്നെയാണ് ഇവിടെ പുനഃക്രമീകരണത്തിൽ വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ബിൽഡിങ്ങും എന്താണെങ്കിലും അല്ലെ, അവരുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. ദെൻ ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം എല്ലാവരിലേക്കും എത്തിക്കണം. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഡ്യൂട്ടിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നതെന്നുള്ള ഉത്തരവാദിത്വ ബോധം ആ വ്യക്തിയിൽ അല്ലെ കരസ്ഥമാക്കി കൊടുക്കുക. അതാണ് പ്രധാനപ്പെട്ട ധർമ്മം. എങ്കിൽ മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയെ അവര് അല്ലെ പേടിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന നിലയിൽ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. സോ അതെല്ലാം ക്ലിയർ കട്ട് ആ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളതെല്ലാം തന്നെ എന്താണ് ചലഞ്ചസ്, ഈ പറഞ്ഞ വെല്ലുവിളികളെ നേരിടാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ആണ്. സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ എന്താണ്, തന്ത്രങ്ങൾ അല്ലെ, പലതരത്തിലുള്ള തന്ത്രങ്ങളാണ്. നമുക്കറിയാം വെല്ലുവിളികൾ ധാരാളം ഉണ്ടാകാം. ഈ വെല്ലുവിളികളെയൊക്കെ എന്താണ് അത് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാനായിട്ടുള്ള പല പല സൊല്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത് അല്ലെ. ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം, നല്ല രീതിയിൽ മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കണം, അവർക്ക് അവാർഡൊക്കെ കൊടുത്ത് അവരെ ഒന്ന് നല്ല ബൂസ്റ്റപ്പ് ആക്കി നിർത്തണം. ഇൻ കേസ് വീണ്ടും എവിടെയെങ്കിലൊക്കെ ഒരു പുനഃക്രമീകരണം നടത്തേണ്ടതുണ്ടെങ്കിൽ അവിടെയൊക്കെ പുനഃക്രമീകരണം നടത്തുക. അതല്ലെങ്കിൽ അവരുടെ സ്കില്ലും നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായുള്ള കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊടുക്കുക. എന്താണ് അധികാരങ്ങളെല്ലാം വിട്ടുകൊടുക്കാനായിട്ട് സന്നദ്ധ പ്രകടിപ്പിക്കുക. എല്ലാം അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴെന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയും അവരുടെ ആരോഗ്യ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള നല്ല അവയർനെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഹോസ്പിറ്റലിൽ വേറെ ഒരു തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ എഫിഷ്യന്റ് ആയിട്ട് അല്ലെ എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായ രീതിയിൽ തന്നെ അവിടെയുള്ളവര് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധ പ്രകടിപ്പിക്കാൻ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ ആണോ? എല്ലാവരും ഇറങ്ങിപ്പോയോ? അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ ആ ഒരു ഓവർവ്യൂ എന്നുള്ള ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇതും ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്ന് കാണാറുണ്ട് അല്ലെ. ചാലഞ്ചസിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ഏതൊക്കെയാന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും അല്ലെ, എപ്പോഴും നമുക്കറിയാം വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും എപ്പോഴും അല്ലെ സ്ട്രാറ്റജീസ് ആയിട്ട് പരിഗണിക്കപ്പെടുകയാണ്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് പറയേണ്ടതുണ്ടോ? എന്താണ് ഉദ്ദേശിക്കണേ എന്നുള്ളത്? ഉണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ലല്ലോ?
നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളിലേക്ക് കിടക്കുന്നത് 10ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ചെറിയ ചാപ്റ്റർ ആണ്. ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കാന്ന് ഓർത്തത്. നമുക്ക് ബേസിക് ഓഫ് കമ്പ്യൂട്ടറും എടുക്കാനുണ്ട്. എങ്കിലും ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മളവിടെ നോബർബിയിലെ ലാസ്റ്റ് നമ്മള് പറഞ്ഞു അല്ലെ, റെസ്പോൺസിബിലിറ്റീസിന്റെ കാര്യം പറഞ്ഞു സ്ട്രാറ്റജീസിൽ. അപ്പൊ അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്താണെന്നുള്ളതാണ് വീണ്ടും ഇവിടെ എടുത്ത് പ്രതിപാദിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ട സ്ട്രാറ്റജിക് പ്ലാനിങ് കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞ സ്ട്രാറ്റജിക് പ്ലാനിങ് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അറിയാം അല്ലെ. ഒരു മാനേജിങ് ചെയ്യുക അല്ലെ, ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് ഹോസ്പിറ്റലിനെ ക്രമീകരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരെന്ന് പറയുന്നത് ഒരു വലിയൊരു സമുച്ചയത്തെ അല്ലെ, ഹോസ്പിറ്റൽ എന്ന സമുച്ചയത്തെ നല്ല രീതിയിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കുക. തീർച്ചയായിട്ടും പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കണം, അവിടെയുള്ള വർക്കേഴ്സിനെയൊക്കെ സാറ്റിസ്ഫൈഡ് ആക്കണം. അതേമാതിരി തന്നെ പുറത്തുള്ള എല്ലാവരോടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ ഒരു നല്ല രീതിയിൽ അത് മൂവ് ചെയ്താൽ മാത്രം അങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഫണ്ടൊക്കെ നല്ല കൃത്യമായ രീതിയിലൊക്കെ വിനിമയം ചെയ്ത് കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലിന് നന്നായിട്ട് മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവര് നല്ല രീതിയിൽ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പോ റെസ്പോൺസിബിലിറ്റി ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് നോക്കാം. നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെന്റർ. ദീസ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് could see you working in a different departments in the hospital. അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ എന്ന വിങ്ങില് നമ്മളിപ്പോ ഓവർവ്യൂ, അതായത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു വിങ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് മാത്രമല്ലാതെ തന്നെ മെഡിക്കൽ ആയിട്ടുള്ള ഒരു അല്ലെ, ഒരു ഡോക്ടർ, നഴ്സ്, ട്രീറ്റ്മെന്റ് എന്നുള്ള ആ ഒരു ബന്ധമല്ലാതെ തന്നെ ആ ഹോസ്പിറ്റലില് വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റ് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾ ഒന്ന് പറയാമോ? ക്ലിനിക്കൽ അല്ലാത്ത രീതിയിലുള്ള ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ വിഭാഗങ്ങള്. അതായത് രോഗിയെ പരിചരിക്കുക അല്ലെ, അവരെ വന്ന് ടെസ്റ്റ് ചെയ്യുക, അവരെ എന്താണ് അവരുടെ അസുഖങ്ങളൊക്കെ ജസ്റ്റ് മാറ്റിയെടുക്കുക എന്നല്ലാതെ ഹോസ്പിറ്റലിലേക്ക് ആ രോഗി വരുമ്പോഴ് തീർച്ചയായിട്ടും അവരെ ടെസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ വിങ്ങില് ഫസ്റ്റ് വിങ്ങില് ചെയ്യുന്നത്. എന്തായിരിക്കും ഫസ്റ്റ് വിങ്ങില് ചെയ്യുന്നത്? ക്ലിനിക്കലായ ജോബാണോ ചെയ്യുന്നത് അവിടെ? ആണോ? മനസ്സിലായോ? നമ്മുടെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ തന്നെ എവിടെയാണ് നമ്മളുടേതായിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, ചാർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് അല്ലെ. അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, റിസപ്ഷനിസ്റ്റ് ആണ് അവിടെ ഉണ്ടാവുക. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നേരെ രോഗിയുമായിട്ട് അല്ലെ ചികിത്സാ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ജോബാണ് ചെയ്യുന്നത്
അല്ലെ. അപ്പൊ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഈ ജോബ് ചെയ്യുന്നവര് എന്താണ് നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം? അവര് എന്താണ് ക്ലിനിക്കൽ അല്ലാത്ത ജോലി ചെയ്യുന്നവരാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പൊ റിസപ്ഷനിസ്റ്റ് ഏരിയ, അതേമാതിരി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അതേമാതിരി തന്നെ മെഡിക്കൽ സെക്രട്ടറി അല്ലെ, അവരുടെ സെക്രട്ടറി തലത്തിലുള്ള ജോലി ചെയ്യുന്ന വിഭാഗങ്ങള്, ദെൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്നിങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്താണ് ഡയറക്റ്റ് ആ ഒരു ജോലിയല്ല ചെയ്യുന്നത് അല്ലെ, പേഷ്യന്റിനെ ശുശ്രൂഷിക്കുക എന്നുള്ള ജോലിയല്ല അവിടെ ചെയ്യുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടി സേവനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. എന്താണ് ബില്ലിംഗ് ആൻഡ് ഇൻഫോർമേഷൻ. ഞാൻ അത് തന്നെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്, കാരണം ലാസ്റ്റ് അവിടെ ഒക്കെ ആകുമ്പോഴേക്കും അല്ലെ എല്ലാവരും ഇതാവും. അപ്പൊ എന്താണ് ബില്ലിംഗ് ആൻഡ് നമുക്കറിയാം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ അതില് പറയുന്നത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ്സ് നെസസറി ഫോർ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെന്റർ. This administrative role could see you working in a different departments in hospital. Hospital വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നവരുമുണ്ട് എന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് വണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. നമ്മൾ ആനോവർവിയിൽ പഠിച്ച അഡ്മിനിസ്ട്രേറ്ററിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. Hospital administrators play an important role in overseeing the operations and management of the healthcare facility. Their responsibilities are typically consistent അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം മൊത്തത്തില് അല്ലെ അവിടെ മാനേജ് ചെയ്യുക ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഏത് സ്ഥാപനമാണോ, അത് വലിയ ഒരു ഹോസ്പിറ്റൽ ആയിരിക്കാം, ചിലപ്പോൾ ക്ലിനിക്ക് പോലെയുള്ള ഒരു ചെറിയ ചെറിയ സ്ഥാപനമായിരിക്കാം. ഇനി ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലിന്റെ ഒരു സൊസൈറ്റി ആണ് എങ്കിലും തീർച്ചയായിട്ടും അതിനെ ഓവറോൾ മാനേജ് ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ സ്ട്രാറ്റജിക് പ്ലാൻ. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത് തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ് അല്ലെ, ആസൂത്രണം. നമ്മൾ നേരത്തെ കണ്ടു, അദ്ദേഹം പല കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അല്ലെ ചിന്തിക്കും എന്നുള്ള കാര്യം കണ്ടു അല്ലെ. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, അതേമാതിരി തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അങ്ങനെ പലതരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങളല്ല അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ എടുക്കണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടേം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നീണ്ട അളവിലേക്ക് തന്നെ എന്താണ് എന്തെങ്കിലും തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. This consists of analyzing market trends, identifying areas for improvement, and devising plans to improve the hospital's service and operations. Okay, നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഒക്കെ കരസ്ഥമാക്കണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്താണ് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി അത് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിന്റെ സർവീസുകളിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ പ്ലാനുകളിലെല്ലാം അല്ലെ ഒന്നും കൂടി പുനർക്രമീകരണം നടത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. ഓക്കെ അല്ലേ, സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ഫിനാൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ഇറക്കുന്ന ക്യാപിറ്റലിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ നമുക്ക് തിരിച്ചു കിട്ടേണ്ടതാണ് തീർച്ചയായിട്ടും അല്ലെ. ബിസിനസ്മാൻ എപ്പോഴും അത് ആഗ്രഹിക്കുന്നതാണ്. അപ്പോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽസ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് അല്ലെ. അദ്ദേഹം എന്താണ് എല്ലാത്ത ചുമതല വഹിക്കും, എന്താണ് ഓരോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എത്രയൊക്കെ നീക്കിയിരിപ്പ് വെക്കണം അല്ലെ, അത് എത്രത്തോളം നീക്കിയിരിപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബെനിഫിഷ്യൽ ഉണ്ടാവുമോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ സൂപ്പർവൈസ് ചെയ്യണം. They work cleanly with the finance team to monitor revenue, control expense, distribute resources in an effective manner, and ensure the financial firmness of the organization. ഓക്കെ, ഇതിലെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് അത് നല്ല തീക്ഷ്ണമായിട്ട് തന്നെ വർക്ക് ചെയ്യണം അല്ലെ. പല പല കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആണ്. റവന്യൂ വിഭാഗമായതുകൊണ്ട് തന്നെ അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള വിഭാഗമായതുകൊണ്ട് തന്നെ നല്ല ക്രൂഷ്യലായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ അതിൽ ഇടപെടേണ്ടതായിട്ട് വരും.
അതുകൊണ്ട് തന്നെ പറയുകയാണ് മോണിറ്റർ റവന്യൂ അല്ലെ, അവിടെ വരുമാനത്തെ കുറിച്ചിട്ട് നിരീക്ഷണം അത് നടത്തിക്കൊണ്ട് പോകണം. അതേപോടൊപ്പം തന്നെ കൺട്രോൾ എക്സ്പെൻസ്, നമുക്കറിയാം എന്തെങ്കിലും ചെലവുകൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ, എന്തെങ്കിലും റിസോഴ്സസുകൾ അല്ലെ എന്തെങ്കിലും വിഭവങ്ങളൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല ഫലപ്രദമായിട്ടുള്ള മാനറിലൊക്കെ വിതരണം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആൻഡ് എൻഷുർ ദ ഫിനാൻഷ്യൽ ഫിറ്റ്നസ് ഫെർമിനെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതേമാതിരി തന്നെ എന്തെങ്കിലും അല്ലെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. ഒരിക്കലും എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബർഡൻ ഉണ്ടാവാനായിട്ട് പാടില്ല. അതേസമയം എല്ലാത്തിനും മതിയായ രീതിയിൽ അവൈലബിലിറ്റി വേണം അല്ലെ, എല്ലാ റിസോഴ്സസും ടൈം ടു ടൈമിൽ ഉണ്ടാവണം. അതല്ല എങ്കിൽ ആ ബിസിനസിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എപ്പോഴും എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, റവന്യൂ മോണിറ്റർ ചെയ്യണം, എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യണം. എപ്പോഴും റിസോഴ്സസുകൾ അല്ലെ വിഭവങ്ങൾ ചിലപ്പോൾ പക്ഷേ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെഷീനറി വിഭവങ്ങൾ പെടാം, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് പെടാം, എല്ലാം തന്നെ അല്ലെ നല്ല രീതിയിൽ തന്നെ ആ വിഭവശേഷി മതിയായ രീതിയിൽ അവിടെ ഉണ്ടാവണം, മതിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ആ ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബർഡനും ഇല്ലാതെ തന്നെ മുന്നോട്ട് നയിക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി ആരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുകയാണ് അല്ലെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ചെറിയ ചെറിയ ഇതുകളാണ്, ജസ്റ്റ് ആ ഹെഡിങ്സുകൾ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, നമുക്കറിയാം അല്ലെ തലപ്പത്തിരിക്കുന്നവരാണ് കൂടുതൽ നിയമനിർമ്മാണ നടപടികളൊക്കെ എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെറ്റപ്പ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. ഓക്കെ, നമ്മുടെ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ അവിടെ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും അതിന്റെ നടപടിക്രമങ്ങളെല്ലാം അത് സെറ്റപ്പ് ആക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. They ensure compliance with the legal and regulatory needs, encourage patient safety and maintain ethical standards with the hospital. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ നിർമ്മാണങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ കൂടി ചിന്തിക്കണം അല്ലെ. അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുടെ സേഫ്റ്റി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ആവശ്യകതയുണ്ടെങ്കിൽ അല്ലെ ഒരു ഹോസ്പിറ്റലില് ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെങ്കിൽ അത് നമ്മൾ തുടങ്ങുന്ന ഹോസ്പിറ്റലും അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിന്റെ കീഴിലുള്ള നിയമാവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതൊരു വിശ്വസ്തമായ ഹോസ്പിറ്റൽ ആണെങ്കിലും അതും കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ് അല്ലെ, ഒരു വ്യവസായ ശാല തന്നെയാണ്. സോ അതില് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോ അത് അനുസരിച്ചിട്ട് വേണം ഈ പറഞ്ഞ ഡിസിഷനൊക്കെ എടുക്കാനായിട്ട്. വീണ്ടും എന്താണ് എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. നമ്മൾ മറ്റൊരു ബിസിനസ് പോകുമ്പോൾ അല്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. കാരണം അവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. കാരണം എന്താണ് അവിടെ ഹ്യൂമൻ ബീയിങ്സിന്റെ അല്ലെ അവിടെ ലൈഫ് അല്ലെ ഒരു മാനുഷിക പരിഗണന കൊടുക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇല്ലേ, ഉണ്ടാവില്ലേ? മനുഷ്യന്റെ ജീവനെ വില കൽപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബിസിനസ് എന്ന് പറയുന്ന മറ്റൊരു ബിസിനസ് ഫേം പോലെയല്ല അല്ലെ. അവിടെ കുറെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം അല്ലെ. ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ
ചില കാര്യങ്ങൾക്കൊക്കെ സമീകരണം ഒക്കെ ലൈഫ് സേവ് അല്ലെ, നമ്മുടെ ജീവന്റെ രക്ഷിക്കേണ്ട കുറെ ധർമ്മങ്ങളൊക്കെ അവിടെ പാലിക്കണം. ചില നമുക്കറിയാം ക്രിമിനൽ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടാവാം. അപ്പൊ അവിടെ എന്താണ് ആക്ടിന്റെ പ്രകാരം നിങ്ങൾ അതിന്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ അതിനനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. അവർക്ക് ഹോസ്പിറ്റലിന് അവരുടേതായ ഡ്യൂട്ടി ചെയ്യണതിനൊപ്പം തന്നെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ കൈവശം വെക്കാം. ഒപ്പം തന്നെ ലീഗലായിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ പോളിസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം അവിടെ നടപ്പാക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അത് നമുക്കറിയാവുന്നത് തന്നെയാണ്. അവിടെയുള്ള എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർ തന്നെയാണ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറിയണോ അല്ലെ. സ്റ്റാഫുകളെയൊക്കെ അവരുടെ ആവശ്യകത അനുസരിച്ചിട്ട് അവരെ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവരെ പോസ്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കണം അല്ലെ. They produce and maintain a positive work environment, implement the performance estimation systems, handle employee relations, and address staffing requirements to ensure adequate coverage and optimal staffing levels. Okay, നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള പരിഗണനയോട് കൂടിയിട്ടായിരിക്കണം അവിടുത്തെ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ അവിടെ നടപടികളൊക്കെ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ നമ്മള് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. സോറി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതില് നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ അല്ലെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് വന്നിരുന്നത് അതായത് അവിടെയുള്ള ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റി കാര്യങ്ങൾക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വർക്കിംഗ് അന്തരീക്ഷമൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് ആവശ്യമായിട്ടുള്ള വേജസ് കാര്യങ്ങളൊക്കെ അതൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. Address staffing requirements to ensure adequate coverage and optimal staffing levels. Okay, അവർക്ക് ആവശ്യമായിട്ടുള്ള കവറേജും അതായത് സാലറിയും അതിന്റെ മറ്റു പാക്കേജുകളൊക്കെ അവർക്ക് ലഭ്യമാക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തണം. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സീനിയേഴ്സ് സുപ്പീരിയേഴ്സ് ഒക്കെ ഉണ്ടാവും. അവിടെ എപ്പോഴും കോൺഫ്ലിക്ട്സുകൾ അല്ലെ തർക്കങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ നന്നായിട്ട് മൂവ് ചെയ്ത് പോകാൻ സാധിക്കില്ല. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒന്നും ലഭ്യമാകാതെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലൊക്കെ കൺട്രോളിങ് എവിടെയെങ്കിലൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല ഒരു സിറ്റുവേഷൻസ് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സാലറിയും മറ്റു പാക്കേജസ് ഒക്കെ കൊടുത്ത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടതും അത് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതില് ഏത് രീതിയിലും കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം അല്ലെ. ഏതെങ്കിലും ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ് എന്തെങ്കിലും അല്ലെ
വർക്കിംഗ് എൻവയോൺമെന്റും അല്ലെങ്കിൽ നല്ല രീതിയിൽ അല്ലെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഓപ്ഷനിൽ നമുക്കറിയാം മെഡിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ മറ്റാരെങ്കിലൊക്കെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ് ചെയ്യുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും നമുക്കറിയാം തറക്കത്തിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ള സ്റ്റാഫിംഗ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. സോ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് തന്നെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോ ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിലും അതിന്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കി വെക്കുക. സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ് നടപ്പാക്കുന്നത് തലപ്പത്തുള്ളവരാണ്, ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവരാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും പോളിസികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതൊക്കെ അവർ തന്നെയാണ്. അപ്പൊ ആ ഹെഡിങ് വെച്ച് തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. എന്താണ് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് എക്യുപ്മെന്റ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ? അപ്പൊ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ ഹോസ്പിറ്റൽസ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജി. ഓക്കെ, നമുക്കറിയാം എന്താണ് പുതിയ എക്യുപ്മെന്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള വിദ്യയുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ നടപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. സൂപ്പർവൈസ് മെയിൻ്റെനൻസ്, അപ്ഗ്രേഡ്സ് ആൻഡ് റിനോവേഷൻസ് ടു എൻഷുർ എ സേഫ് ആൻഡ് എഫിഷ്യന്റ് എൻവയറൺമെന്റ് ഫോർ പേഷ്യൻസ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ എപ്പോഴും ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം രോഗികളുണ്ട്, പേഷ്യൻസ്, അവരുടെ വിസിറ്റേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ അവിടെ വ്യത്യസ്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ അവിടെ വേണം അല്ലെ? അവിടെ എന്തെങ്കിലും ക്രമീകരണം, ചിലപ്പോൾ ഒരു ഫാൻ കംപ്ലൈന്റ് ആയി അല്ലെങ്കിൽ AC എന്തെങ്കിലും ഗ്ലാസ് സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ റീഇന്നോവേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിലൊക്കെ അതൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി അല്ലെ അപ്ഡേറ്റ് ആയിട്ട് മെയിൻ്റെനൻസ് ഒക്കെ നടത്തി, അത് ബിൽഡിംഗ് ആണെങ്കിലും എക്യുപ്മെന്റ്സ് ആണെങ്കിലും എല്ലാം തന്നെ മെയിൻ്റെനൻസ് ആക്കി നടപ്പാക്കുന്നത് നമുക്കറിയാം ഒരു തീരുമാനം അല്ലെ? അതിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഒക്കെ നീക്കി വെച്ചിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്റെ പേരില്ലേ ഫണ്ട് ആവശ്യമില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഫണ്ട് ആവശ്യം ഉണ്ടാവില്ലേ? ഇല്ലേ? ഞാൻ വിചാരിച്ചു വോയിസ് ഓൺ ആക്കിയില്ലേ? ഫണ്ട് ആവശ്യം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊക്കെ ടോപ്പ് ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറുകളുള്ളവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതായിട്ട് വരുന്നത്. സിക്സ്ത് പോയിന്റ് നോക്കാം, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അപ്പൊ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാം ഹൈ ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ ഡെലിവറി, നമുക്കറിയാം നല്ല ഇച്ചിരി നല്ല ഭേദപ്പെട്ട സൗകര്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഏതൊരു ബിസിനസ് ആണെങ്കിലും അങ്ങനെയാണ്. സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ ഏറ്റവും നല്ല സർവീസ് ആരാണോ പ്രദാനം ചെയ്യുന്നത് അവരിലേക്ക് തിരിയാനായിരിക്കും എപ്പോഴും ശ്രമിക്കുന്നത് അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഹൈ ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ സർവീസ് അവര് പ്രദാനം ചെയ്യേണ്ടതുണ്ട്. They create and implement quality improvement initiatives, monitor patient outcomes and encourage adherence to evidence based practice and clinical guidelines. Okay, നമുക്കറിയാം അല്ലെ നമ്മുടെ മോണിറ്ററിംഗ് ആൻഡ് സേഫ്റ്റി അതിലൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം സാറ്റിസ്ഫാക്ഷൻ അല്ലെ? ആ ചാപ്റ്ററിലൊക്കെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ അല്ലെ അവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അവര് മനസ്സിലാക്കി എടുക്കുമ്പോൾ അവരെന്താണോ ഏത് ക്വാളിറ്റിയാണോ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമാണ് അല്ലെ? അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും അവിടെ വികസിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിലാണ് പേഷ്യൻസ് വിട്ടുപോകാതെ അല്ലെങ്കിൽ കുറച്ചുകൂടി പേഷ്യൻസിനെ അട്രാക്റ്റീവ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അഷുറൻസ് അല്ലെ അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തികൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി റിലേഷൻസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ an important role in maintaining a positive relationship with the community. ഓക്കെ, നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇമ്പോർട്ടന്റ് റോളാണ് എന്താണ് നമ്മുടെ നമ്മുടെ സമൂഹത്തില് പ്രധാനമായിട്ട് കാഴ്ചവെക്കുന്നത്. They encourage in community
outreach programs cooperated with the local organizations and assist the hospital service to meet the healthcare requirements of the community in an effective manner. കമ്മ്യൂണിറ്റി റിലേഷൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അവരുടെ മൈൻഡിൽ വേറെ കൂടി ലക്ഷ്യം ഉണ്ടാവാം അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അവിടെ ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു ധാരണ ഉണ്ടാകണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി കൊടുത്തിട്ടായിരിക്കാം ഇനിവേ എന്തെങ്കിലും എന്താണെങ്കിലും മറ്റുള്ളവരിലേക്ക് അല്ലെ ഔട്ട്റീച്ച് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കും. ഒരുപക്ഷെ നമുക്കറിയാം ഡോക്ടേഴ്സിനൊക്കെ നിർത്തിയിട്ട് തന്നെ അല്ലെ ഇപ്പോ എന്താണ് ഷുഗറും പ്രഷറൊക്കെ ഭയങ്കര കുറഞ്ഞ ഫീസിലൊക്കെ അല്ലെ അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു പേര് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കും. അതല്ല എങ്കിൽ നമുക്കറിയാം ചിലപ്പോ അല്ലെ കണ്ണ് വിദഗ്ധരൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫ്രീ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അല്ലെ അവിടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു നല്ലൊരു എൻറേജ്മെന്റ് അല്ലെ അവിടെ ഒരു ഔട്ട്റീച്ച്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആര് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ടോപ്പിലുള്ള ജീവനക്കാർ തന്നെയാണ്. ഇനി നമുക്ക് റിസ്ക് മാനേജ്മെന്റ് ആണോ? കുഴപ്പമില്ലല്ലോ, നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ്സ് ഒക്കെ തന്നെയല്ലേ കണ്ടിന്യൂ ചെയ്ത് പോകാലോ. Risk management. Administrations evaluate and manage risk connected with the hospital operations. They execute protocols and policies to minimize the potential risk, supervise the patient and the employee safety measure, and handle legal and insurance factors associated with the hospital. Administrative evaluate the management, evaluate and manage risk connected with the hospital operations. അതായത് ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ എന്തെങ്കിലുമൊക്കെ റിസ്കുകൾ ഉണ്ടാവില്ല അല്ലെ അവിടെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. സോ അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ ചിലപ്പോ ആണെങ്കിൽ ബിൽഡിങ് അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ടാവാം അല്ലെ, ഒരുപക്ഷെ ചിലപ്പോ അവിടെ ഏതെങ്കിലും ഹ്യൂമൻ ബീങ് അല്ലെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ബർഡൻ ആയിട്ടുള്ള ഒരു റോൾ വഹിക്കേണ്ടതുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഫേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ അത് വിലയിരുത്തേണ്ടത് ആര് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ പൊസിഷനിലുള്ളതാണ്. ഓക്കെ, അവിടെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ദി എക്സിക്യൂട്ട് പ്രോട്ടോകോൾ ആൻഡ് പോളിസീസ് ടു മിനിമൈസ് എ പൊട്ടൻഷ്യൽ റിസ്ക്, സൂപ്പർവൈസ് എ പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്. ഓക്കെ, അതായത് അവരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വിലയിരുത്തുമ്പോഴേ നമുക്കറിയാം ചിലപ്പോൾ ചില പ്രോട്ടോകോൾസുകളൊക്കെ അല്ലെ ഇൻ കേസ് കോവിഡിന്റെ ടൈമിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില നിബന്ധനകൾക്കൊക്കെ വേരിയേഷൻസ് വരുത്തി. കാരണം അവിടെ അത്രയും റിസ്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ആ ഹോസ്പിറ്റലിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും അകലത്തില് പേഷ്യൻസ് വരണം അല്ലെ ഇന്ന ടൈമിൽ മാത്രമാണ് ഒരു പേഷ്യന്റ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്ത് അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ അതൊക്കെ ചെയ്യണം, മാസ്ക് ധരിക്കണം, അങ്ങനെ കുറെ പ്രോട്ടോകോൾസ് എല്ലാം. അപ്പൊ റിസ്ക് എവിടെയാണോ ഇത് അത് ക്യൂ സെക്ഷനിൽ മാത്രമാണെങ്കിൽ അതങ്ങനെ അല്ലെ. ഇൻ കേസ് വേറെ ഏതെങ്കിലുമൊക്കെ സെക്ഷനിൽ എന്തെങ്കിലുമൊക്കെ റിസ്കുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് സേഫ്റ്റി ആയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ആര് തന്നെയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. ഓക്കെ, അവിടെ വീണ്ടും പറയുന്നുണ്ട് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. ഓക്കെ, അവിടെ എന്തെങ്കിലും ഇത്തരത്തില് ഇപ്പൊ പെട്ടെന്ന് അല്ലെ എന്തെങ്കിലുമൊക്കെ റിസ്കുകൾ അല്ലെ ഒരു നമുക്കറിയാം എന്തെങ്കിലും പ്രകൃതിക്ഷോഭവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിനെ ബാധിക്കാൻ ചാൻസുകളൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ നവഡേയ്സ് നമുക്കറിയാം എപ്പോഴും ആർക്കാ എവിടെയാണെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം അല്ലെ. അപ്പൊ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ സേഫ്റ്റി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസിഷൻ എടുക്കേണ്ടത് ടോപ്പ് ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർ തന്നെയാണ്. സോ അത്തരത്തിലുള്ള റിസ്ക് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അവർ തന്നെയാണ്. Then information management. Then information management എന്ന് പറയുന്നത് administrators supervise the implementation and the maintenance of a health information system and electronic medical records. Okay, നമുക്കറിയാം ഇപ്പോ അല്ലെ എന്താണ് ഹ്യൂമന്റെ ആവശ്യകത ഇത്തരത്തിലുള്ള റെക്കോർഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കറിയാം ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്കറിയാം പെട്ടെന്ന് തന്നെ അല്ലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാം തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള അല്ലെ പ്രോസസ് ആണ് കാണുന്നത്.
സോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നവഡേസിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങളാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിലും അല്ലെ, ഇൻഫർമേഷൻ സിസ്റ്റത്തിലും ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡിന് വരെ ആ മാറ്റങ്ങളെല്ലാം തന്നെ അല്ലെ കൃത്യമായിട്ടുള്ള തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ടും നമുക്കറിയാം ഈ ടോപ്പ് ലെവലിലുള്ള വ്യക്തികൾ തന്നെയാണ് തയ്യാറാവേണ്ടത്. They guarantee the confidentiality and the security of a patient information while facilitating efficient data management and reporting. റിപ്പോർട്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലും മാനേജ്മെന്റ് കൈകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്കറിയാം അവിടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെ, വിശ്വസ്തമായിട്ടുള്ള ഒരു കാര്യം അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പേഷ്യന്റ് ഇൻഫോർമേഷൻ എപ്പോഴും സൗകര്യങ്ങൾ എപ്പോഴും അല്ലെ, പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് അവർ തരുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ വാസ്റ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുത്താൽ പാടില്ലാത്തതാണ് അല്ലെ. നമ്മള് ഫ്രണ്ട് ഓഫീസിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അല്ലെ, അപ്പൊ പഠിക്കുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും വെളിപ്പെടുത്തി കൊടുക്കാതെ അവരൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതും അത്തരത്തിലുള്ള നിയമ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതും എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരാണ്. 10th പോയിന്റ് നോക്കുകയാണെങ്കിൽ കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പിൽ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് collaboratively with the physicians, nurses, and other healthcare professionals to ensure a coordinated and efficient delivery of care. ഓക്കെ, നമുക്കറിയാം ഒരുപാട് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നവരുണ്ടാവണം ഹോസ്പിറ്റലിൽ അല്ലെ. അപ്പൊ അവിടെ ഹെൽത്ത് കെയറിലുള്ള വിവിധമായിട്ടുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് മൂവ് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ആ ഒരു എൻഷുർ അല്ലെ, ആ ഒരു കോർഡിനേഷൻ അവിടെ ഉറപ്പ് വരുത്തേണ്ടത് നല്ല രീതിയിൽ ആ ഒരു ബിസിനസ് ഡെലിവറി ചെയ്ത് പോകണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോർഡിനേഷൻ ഉറപ്പ് വരുത്തേണ്ടതും ആര് തന്നെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. They give leadership support and guidance to staff members, promoting a positive and a collaborative work culture. ഓക്കെ, നമുക്കറിയാം അല്ലെ, നേതൃത്വം എല്ലാ തരത്തിലും അവിടെ നമ്മൾ കഴിഞ്ഞ ഓവർവ്യൂവിൽ നമ്മൾ കണ്ടായിരുന്നു. അല്ലെ, ഡെലിഗേറ്റ് ചെയ്യേണ്ട അതോറിറ്റീസ് ഒക്കെ ചിലപ്പോൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ടാവാം. അങ്ങനെ വിട്ടുകൊടുത്തിട്ട് അവരെയൊക്കെ പക്ഷെ കോർഡിനേറ്റ് ചെയ്യണം അല്ലെ, എല്ലാത്തിനെയും ഏകോപിപ്പിക്കണം. ഓരോ യൂണിറ്റിനെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഹെഡുകളൊക്കെ മീറ്റിംഗുകളൊക്കെ വിളിച്ചു കൂട്ടി അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള അവരുടേതായിട്ടുള്ള എന്തെങ്കിലും റിസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പരിഹരിക്കണം. അവരെയൊക്കെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് നയിച്ചിട്ട് വേണം ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആരുടെ? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ. ലാസ്റ്റ് പോയിന്റ് നമ്മുടെ കഴിഞ്ഞിട്ട് വായിക്കാൻ തരാട്ടോ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. These responsibilities may differ depending on the size and the type of the hospital, but overall hospital administrators play a vital role in managing and enhancing the healthcare facilities, operations and service. ഓക്കെ, നമുക്കറിയാം ചെറിയ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ എടുക്കലും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തും പേഷ്യന്റിന്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നതും അല്ലെ, അത്തരത്തിലുള്ള ഡ്യൂട്ടികളെല്ലാം തന്നെ ഒരുപക്ഷെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തികൾ തന്നെയായിരുന്നു. അതേസമയം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം സ്റ്റാഫുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് HRM വിങ് തന്നെയുണ്ട് അല്ലെ. അതേമാതിരി തന്നെ പേഷ്യൻസിനെ പബ്ലിക് അല്ലെ അവരുടെയൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് അതിന് സെപ്പറേറ്റ് വിങ് ഉണ്ട് അല്ലെ. എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് വിങ്ങുകള് നമ്മൾ അവിടെയുള്ള വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നിയോഗിച്ചിട്ടുണ്ടാവും. മൊത്തത്തിലുള്ള ഓരോ ഓവറോൾ മാനേജ്മെന്റ് ആയിരിക്കും എന്താണ് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തികളെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ആവുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഇല്ല അല്ലെ. കുറച്ച് ഈ പറഞ്ഞ ഒരു പുതിയ സ്റ്റാഫിനെ നിയമിക്കുക അല്ലെ, ഒരെണ്ണത്തിനൊക്കെയാണ് നിയമിക്കേണ്ടതൊക്കെ ആയിട്ട് വരിക. അതേസമയം വലിയ വലിയ ഹോസ്പിറ്റലാകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്താണ് അവിടെ സ്റ്റാഫുകളൊക്കെ നിയമിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്താണ് HRM ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാത്തിലും അല്ലെ സെപ്പറേഷൻ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. എവിടെയെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക.
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? Ninth point, information management. Administrators supervise the implementation and maintenance of a health information system and electronic medical records. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരാണ് അല്ലെ മെയിൻ്റെനൻസ് ആൻഡ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഈ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവരങ്ങള് അല്ലെ ലഭ്യമാകുന്നതാണ്. ആ ഇൻഫർമേഷൻ സിസ്റ്റംസിൽ എന്തൊക്കെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ മേൽനോട്ടം വഹിക്കുമ്പോൾ ഇലക്ട്രോണിക്കലായിട്ടുള്ള റെക്കോർഡ് അല്ലെ നമുക്കറിയാം. നമ്മൾ ഒരു പേഷ്യന്റ് ചെന്ന് കഴിഞ്ഞാൽ അവര് ചാർട്ട് എടുക്കുന്നു, ചാർട്ടില് ഡോക്ടറിനെ കാണുന്ന വിവരങ്ങളൊക്കെ കുറിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അന്നത്തെ അപ്ഡേഷൻ വരുത്തുന്നുണ്ട്. നമുക്കറിയാം വ്യത്യസ്ത രീതിയിലുള്ള മെഡിക്കൽ റെക്കോർഡിലൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്, വ്യത്യസ്ത രീതി ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലുണ്ടാവും. അപ്പൊ ആ രീതി തന്നെ അതിൽ അവിടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ അല്ലെ മേൽനോട്ടം വഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എററുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കേസ് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അല്ലെ They guarantee the confidentiality and the security of a patient information while facilitating efficient data management and reporting. അതായത് നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ വന്ന നമുക്കറിയാം, നമ്മൾ ആ ചീട്ട് എടുത്തിട്ട് പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ അവിടെ ചെയ്തിട്ടത്. അപ്പൊ നമ്മളുടെ ഡാറ്റാസ് അവിടെ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പേഷ്യന്റ് ആഗ്രഹിക്കുന്നതാണ്. അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ, അത് മസ്റ്റായിട്ട് നമുക്ക് വിശ്വാസയോഗ്യമായിരിക്കണം. അതിൽ നിന്നൊന്നും മിസ്സായി പോയിട്ടില്ല എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇൻ കേസ് അത് സൂപ്പർവൈസ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ എറർ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കാണ് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പേഷ്യന്റിന് അല്ലെ അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻസ് കിട്ടുന്നത് റോങ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആ തലപ്പത്തുള്ള കാര്യങ്ങളാണ് ഇതിന്റെയൊക്കെ സൂപ്പർവിഷൻ അല്ലെ ചുമതലകൾ. മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എറർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമുക്കറിയാം. എന്തെങ്കിലും അപ്ഡേഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ അത് നടപടികൾ സ്വീകരിച്ച് കൃത്യമായിട്ട് തന്നെ അത് സെറ്റപ്പ് ചെയ്യണം അല്ലെ. ഇൻ കേസ് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള ആഫ്റ്റർ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ലീഗൽ ഇഷ്യൂസ് ഒക്കെ, അതിന് എന്തെങ്കിലും പ്രൂഫ് ഒക്കെ കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എവിഡൻസ് അവിടെ ആ ടൈമിൽ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ കാണിച്ചു തരേണ്ടതുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് ഇൻഡിവിജ്വലി. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ആരായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരായിരിക്കും. സോ അതുകൊണ്ടാണ് ഇൻഫോർമേഷൻസ്, ആ ഒരു ഇൻഫോർമേഷൻ മാനേജ്മെന്റ് അത് പക്കയായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും അടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് വെക്കണോ? പ്രത്യേകിച്ചൊന്നും ഇല്ല എങ്കിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് അടുത്തതായിട്ടുള്ളത്. ഒക്കെ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ജസ്റ്റ് ഡോക്ടറിനെയൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നു അല്ലെ, അവിടെ കിടന്ന് ചികിത്സിക്കുന്നില്ല അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ആ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. The job description of an outpatient secretary in a hospital normally comprises a variety of administrative and clerical duties related to the operations of the outpatient department. അവരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്യൂട്ടീസ് ആണ് അവർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അവരുടെ ഡ്യൂട്ടീസുകളിൽ കഴിക്കാനുള്ള ഡ്യൂട്ടീസുകളിൽ വ്യത്യസ്തത ഉളവാകുന്നുണ്ട്. Some of the key responsibilities on outpatient secretary in a hospital may comprise of അല്ലെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ,
ഫസ്റ്റ് വൺ പറയുന്നത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ആ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് അക്കൗണ്ടബിൾ ഫോർ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് അപ്പോയിന്റ്മെന്റ്സ് ആർ ആക്ച്വലി prioritized based on the patient's medical requirements. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിന്റെ അല്ലെ, ഇപ്പൊ നമ്മൾ നേരത്തെ വരുന്നത് അനുസരിച്ചിട്ടൊക്കെയാണ് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുക. ഇൻ കേസ് നമുക്കറിയാം ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് ഡേറ്റിൽ വരുന്നതെങ്കിൽ എമർജൻസി ആയിട്ട് ചിലപ്പോൾ അല്ലെ പെട്ടെന്ന് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് വിടേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ നമുക്ക് അവർക്കറിയാം അത് നേരത്തെ കുട്ടി ബുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ വരുന്നത് അനുസരിച്ചിട്ടുള്ള ഒരു ക്രമീകരണത്തിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പേഷ്യന്റിന്റെ ക്രമീകരണം ഉറപ്പുവരുത്തുന്നത്. ഇവരാണ് എന്താണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് ഈ പറഞ്ഞ രീതിയിൽ ഷെഡ്യൂൾ കാര്യങ്ങൾ അവിടെ അപ്പോയിന്റ്മെന്റുമായ കാര്യങ്ങളൊക്കെ ക്രമീകരണം നടത്തുന്നത്. സെക്കൻഡ് പോയിന്റ് കൂടി നോക്കാം. കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വർക്ക്സ് mainly with the other hospital staff to coordinate the patient care, which is include arranging for a diagnostic test and procedure, getting medical records and ensuring that the patient receive apt follow-up care. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് അദ്ദേഹം തീക്ഷ്ണമായിട്ട് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പേഷ്യന്റിനെ അല്ലെ ഏകോപിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഡോക്ടറിനെ കാണാനായിട്ടും അല്ലെ കൃത്യമായിട്ട് തന്നെ അവിടെ കണ്ട് പരിശോധനകളൊക്കെ നടത്തി അല്ലെ അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് പേഷ്യന്റ് കെയർ ആൻഡ് വിച്ച് ഇൻക്ലൂഡ്സ് അറേഞ്ചിങ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെ രോഗനിർണയ ടെസ്റ്റുകൾക്കൊക്കെ വിധേയമായും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കൊക്കെ, അത് മാത്രമല്ല മെഡിക്കൽ റിപ്പോർട്ട്സ് വിസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ അത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളൊക്കെ അത് കൃത്യമായ രീതിയിൽ പൂർത്തീകരിച്ച് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഉറപ്പുവരുത്തുന്നത് ആരുടെ ഇതിലാണ്? നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ അണ്ടറിൽ തന്നെയാണ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വർക്ക് മെയിൻലി വിത്ത് അതർ നമുക്കറിയാം ഒരു ഹെഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഒക്കെ എന്തെങ്കിലും അല്ലെ ഒന്നും അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെ എന്തെങ്കിലുമൊക്കെ ഇതുകൾ ഉണ്ടെങ്കിൽ അവിടെ സെക്രട്ടറിനെ സമീപിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. സോ എന്താണ് അവിടെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം ക്രമീകരണം അനുസരിച്ചിട്ടായിരിക്കണം അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടത്. ദെൻ കോർഡിനേറ്റ് പേഷ്യന്റ് കെയർ അല്ലെ, ഡോക്ടറെ കണ്ടിട്ട് പിന്നെ അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് വെയിറ്റിംഗ് ടൈം കൊടുക്കാതെ തന്നെ ആ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. എന്തെങ്കിലുമൊക്കെ ഡിഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് വിടേണ്ടത് എന്താണ് ഈ സെക്രട്ടറിയാണ്. സോ അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും അല്ലെ അവിടെ റെക്കോർഡ്സ് ഫുൾഫിൽ ആയിരിക്കണം. അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ ഫുൾഫിൽ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ ക്രമീകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. മറ്റു പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.